കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 2. രചന ശാലിനി ഇ.എ. കുട്ടിയുടെ അമ്മയോട് ചോദിച്ചാലല്ലാതെ എനിക്കിതിനൊരു മറുപടി പറയാൻ കഴിയില്ല. ബദ്രിനാഥിൻ്റെ മാനേജർ മുകുന്ദൻ പിള്ളയോട് പ്രിൻസിപ്പൽ ഗോവിന്ദ പിഷാരടി പറഞ്ഞു. ആ കുട്ടിയുടെ അമ്മയോട് നിങ്ങൾ തന്നെ ഒന്ന് സംസാരിച്ചു നോക്കൂ. അവസരങ്ങൾ നമ്മെ തേടിയെത്തുന്നതും നാം അവസരങ്ങളെ തേടി പോകുന്നതും രണ്ടും രണ്ടല്ലേ. എന്തായാലും ഞാൻ ഇന്ന് വൈകുന്നേരം നദിയുടെ വീട് വരെ പോകുന്നുണ്ട്. അവളുടെ അമ്മയെ നേരിട്ട് തന്നെ കണ്ട് വിവരങ്ങൾ പറയാം. അതിനുശേഷം ഞാൻ താങ്കളെ വിളിക്കാം. കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ തന്നോളൂ. ഇന്നും നാളെയും ഞാൻ ഹോട്ടൽ യമുനയിലുണ്ടാകും. ഈ കാര്യത്തിന് വേണ്ടിയാണോ ഹോട്ടലിൽ മുറിയെടുത്ത് തങ്ങുന്നത്? ഉള്ളിൽ തോന്നിയ സംശയം ഗോവിന്ദൻ പിഷാരടി മുകുന്ദൻ പിള്ളയോട് ചോദിച്ചു. മഹാദേവൻ സാറിൻ്റെ നൈറ്റ് ക്ലബ്ബ് ഉണ്ടവിടെ. 2 ദിവസവും അദ്ദേഹത്തിൻ്റെ സംഗീത കച്ചേരി ഉണ്ട്. ഒരു പ്രത്യേകത എന്തെന്നാൽ മകനും മരുമകനും അദ്ദേഹത്തിൻ്റെ കൂടെ പാടുന്നുണ്ട്. ഓ, ബദ്രിനാഥ് മഹാദേവൻ മാസ്റ്ററുടെ സഹോദരി പുത്രനാണല്ലോ അല്ലേ? മകനെ രംഗത്തേക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. അയാളും പാടും അല്ലേ? പിഷാരടിയുടെ ചോദ്യം കേട്ട് മുകുന്ദൻ പിള്ള ചിരിച്ചും കൊണ്ട് തലയൊന്ന് കുടഞ്ഞു. ശുദ്ധസംഗീതം കേൾക്കണമെങ്കിൽ കാർത്തിക് മഹാദേവൻ്റെ കച്ചേരി ഒരിക്കലെങ്കിലും കേൾക്കണം. അച്ഛനും അമ്മയും സംഗീതജ്ഞരാകുമ്പോൾ മക്കളുടെ വൈഭവം കൂടും. എന്നിട്ട് കാർത്തിക് മഹാദേവൻ എന്ന പേര് എവിടെയും കേട്ടിട്ടില്ലല്ലോ. മഹാദേവൻ മാസ്റ്റർ എന്തേ മകനെ കൈപ്പിടിച്ചുയർത്തിയില്ല? മരുമകനെയാണല്ലോ രംഗത്തേക്ക് കൊണ്ടുവന്നത്. കാർത്തികുഞ്ഞിന് പാടാൻ അവസരം കിട്ടാഞ്ഞിട്ടല്ല രംഗത്ത് വരാതിരുന്നത്. കിട്ടിയ അവസരങ്ങൾ അയാൾ നിരാകരിച്ചതുകൊണ്ടാണ്. മഹാദേവൻ മാസ്റ്ററുടെ ബിസിനസ് സാമ്രാജ്യം വളരെ വലുതാണ്. അതെല്ലാം നോക്കി നടത്തുന്നത് കാർത്തികുഞ്ഞാണ്. പാട്ടിനേക്കാൾ ബിസിനസ്സിനെയാണ് അയാൾ ഇഷ്ടപ്പെട്ടത്. പറഞ്ഞു നിർത്തിക്കൊണ്ട് മുകുന്ദൻ പിള്ള എഴുന്നേറ്റു. അപ്പോൾ പറഞ്ഞതുപോലെ എന്ത് വിവരമാണെങ്കിലും ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യൂ. അയാൾ പേഴ്സിൽ നിന്നും ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് പിഷാരടിക്ക് നേർക്ക് നീട്ടി. അന്ന് പിഷാരടി കോളേജിൽ നിന്നും 1 അവർ നേരത്തെ ഇറങ്ങി. നദിയുടെ വീടായിരുന്നു ലക്ഷ്യം. നദി കോളേജിൽ നിന്നും എത്തുന്നതിന് മുൻപേ അവളുടെ അമ്മയെ കണ്ടു സംസാരിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. വല്ലാത്ത ക്ഷീണം കാരണം ഒന്ന് മയങ്ങിപ്പോയതായിരുന്നു യാമിനി. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. ബന്ധുക്കളോ സൗഹൃദങ്ങളോ ഇല്ല യാമിനിക്ക്. നദി വരാൻ സമയമായിട്ടില്ലെന്നും അവർക്കറിയാം. എങ്കിൽ പിന്നെ വല്ല പിരിവുകാരോ അല്ലെങ്കിൽ ഹരിതകർമ്മസേനയുടെ ആൾക്കാരോ ആവുമെന്ന് കരുതിയാണ് യാമിനി വാതിൽ തുറന്നത്. എന്നാൽ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളെ ഉമ്മറവാതിലുകൾ കണ്ടതും യാമിനിക്ക് ആശ്ചര്യമായി. സാർ ഇരിക്കൂ. വന്നതെന്തിനാണെന്ന് അറിയില്ലെങ്കിലും അവർ ഉമ്മറത്തെ സോഫയിലേക്ക് ചൂണ്ടി ആതിഥ്യമര്യാദയോടെ പറഞ്ഞു. ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം ഗോവിന്ദ പിഷാരടി സോഫയിലേക്ക് ഇരുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് പറഞ്ഞു തീരുന്നത് വരെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അത് യാമിനിക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് യാമിനി ഇരിക്കൂ. എന്ത് കാര്യമായിരിക്കും തന്നോട് പറയാനുള്ളതെന്ന ജിജ്ഞാസയോടെ യാമിനി എതിരെ കിടക്കുന്ന കസേരയിൽ ഇരുന്നു. കഴിഞ്ഞ ദിവസം കോളേജിൽ പുതിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്ഘാടനം നടന്നിരുന്നല്ലോ. അന്നത്തെ മുഖ്യാതിഥി പ്രശസ്ത പിന്നണി ഗായകൻ ബദ്രിനാഥായിരുന്നു. അന്ന് വേദിയിൽ നദിയൊരു പാട്ട് പാടുകയുണ്ടായി. സംഗീതത്തെക്കുറിച്ച് പഠിച്ചവർക്കല്ലേ അറിയൂ. എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. എന്തായാലും നദിയുടെ പാട്ട് ബദ്രിനാഥിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാവും അദ്ദേഹത്തിൻ്റെ മാനേജറിനെ എന്നെ കാണാൻ വേണ്ടി ഇന്ന് കോളേജിലേക്ക് അയച്ചത്.
ഗോവിന്ദ പിഷാരടി ഇത്രയൊക്കെ പറഞ്ഞിട്ടും യാമിനിയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമൊന്നും ഉണ്ടായില്ല. അവരുടെ പുതിയ പടത്തിലേക്ക് പാടാനുള്ള അവസരമാണ് നദിക്ക് കിട്ടിയിരിക്കുന്നത്. എത്രയെത്ര പേര് ഒരു അവസരത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നു. ആ സമയത്ത് നമ്മെ തേടി ഒരു അവസരം ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ തട്ടിക്കളയരുതെന്നേ ഞാൻ പറയൂ. നദിയുടെ ജീവിതം ഇപ്പോൾ വഴിത്തിരിവിലേക്കെത്തി നിൽക്കുകയാണ്. മുന്നിൽ 2 വഴികളാണുള്ളത്. ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് യാമിനിയാണ്. യാമിനിയുടെ അസുഖത്തെക്കുറിച്ച് യാമിനിക്ക് തന്നെ ബോധ്യമുണ്ടല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം യാമിനി തന്നെ എടുക്കണം. തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞെന്ന ഭാവത്തോടെ പിഷാരടി യാമിനിയെ നോക്കി. സാർ പറഞ്ഞതുപോലെ എൻ്റെ അസുഖത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. സിനിമയുടെ മായിക ലോകത്ത് അവളെ തനിയെ വിട്ടിട്ട് മരണത്തിലേക്ക് നടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കള്ളത്തരങ്ങളും കാപട്യവും നിറഞ്ഞ ആ ലോകം സാറിനേക്കാൾ നന്നായി എനിക്കറിയാം. എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നില്ലെങ്കിലും ഞാൻ അവളെ ആ ലോകത്തേക്ക് വിടില്ല സാർ. സിനിമയിൽ പാടിയിട്ടുള്ള ജീവിത വിജയം എൻ്റെ മകൾക്ക് വേണ്ട. ഇനി അതാണ് അവളുടെ യോഗമെങ്കിൽ എൻ്റെ മരണശേഷം അവൾ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ. തടയാൻ ഞാൻ ഉണ്ടാവില്ലല്ലോ. ഇപ്പോഴത്തെ എൻ്റെ ആവശ്യം അവളെ സേഫായി ഒരിടത്ത് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. കാര്യത്തിന് തീർപ്പെന്ന പോലെ യാമിനി പറഞ്ഞു നിർത്തിയപ്പോൾ തൻ്റെ മക്കൾക്കാർക്കും പാട്ടുപാടാനുള്ള കഴിവോ ഇങ്ങനെയൊരു അവസരമോ ദൈവം തന്നില്ലല്ലോ എന്നാണ് അയാൾ ചിന്തിച്ചത്. എറിയാൻ അറിയുന്നവൻ്റെ കയ്യിൽ വടി കൊടുക്കില്ലല്ലോ എന്നത് ഇവിടെ എത്ര അർത്ഥവത്താണ്. ഞാൻ അവരോട് എന്ത് പറയണം യാമിനി? ഇത്രയും പറഞ്ഞിട്ട് സാറിന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒറ്റവാക്കിൽ മറുപടി തരാം. നദിയുടെ അമ്മയ്ക്ക് സമ്മതമില്ലെന്ന് പറഞ്ഞേക്ക്. ആ സ്ത്രീ എന്തേ ഇങ്ങനെ പറയുന്നത് എന്നാണ് തിരിച്ചുള്ള യാത്രയിലും ഗോവിന്ദ പിഷാരടി ചിന്തിച്ചത്. കയ്യെത്തും ദൂരത്ത് എത്തി നിൽക്കുന്ന സൗഭാഗ്യത്തെ പുറം കൈകൊണ്ട് തട്ടിക്കളയുകയല്ലേ ഇപ്പോൾ ചെയ്തത്? നദി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പ്രിൻസിപ്പാൾ വന്ന വിവരം ഒന്നും യാമിനി പറഞ്ഞില്ല. ആ അധ്യായം അയാൾ പടിയിറങ്ങിയപ്പോഴേ യാമിനി മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞിരുന്നു. അന്ന് രാത്രി ഊണ് കഴിഞ്ഞ് കിടക്കാൻ നേരം നദി യാമിനിയുടെ മുറിയിലെത്തി. പഠിപ്പെല്ലാം കഴിഞ്ഞ് അച്ഛനുള്ള കത്തെഴുതി 11 മണിയോടെയാണ് സാധാരണ അവൾ കിടക്കാനായി യാമിനിയുടെ അടുത്തെത്തുന്നത്. ഇന്ന് നേരത്തെ വന്നതുകൊണ്ട് യാമിനി അവളെ ഒന്ന് നോക്കി. ഇന്നെന്തേ പഠിക്കാനൊന്നുമില്ലേ? അതിന് മറുപടിയായി അവൾ അമ്മയുടെ അടുത്തേക്ക് കിടന്നും കൊണ്ട് വയറിലൂടെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് തല ചേർത്തു. അവളുടെ ആ പ്രവൃത്തിയിൽ യാമിനിയുടെ നെഞ്ചിടം ഒന്ന് വിങ്ങി. ഇനി എത്ര നാൾ ഉണ്ടാവും ഇങ്ങനെ? കൂടെ കൊണ്ടുപോകാൻ പറ്റിടത്തേക്ക് ആയിരുന്നുവെങ്കിൽ ഒപ്പം കൂട്ടുമായിരുന്നു ഞാൻ. എന്ത് സമാധാനത്തിലാണ് മോളെ ഇവിടെ ഉപേക്ഷിച്ച് താൻ പോവുക? യാമിനിയുടെ കണ്ണുകൾ പെയ്തു തുടങ്ങി. അമ്മയുടെ കണ്ണിലെ നനവ് സ്വന്തം കൈത്തണ്ടയിലെറിഞ്ഞപ്പോൾ നദി മുഖമുയർത്തി യാമിനിയെ നോക്കി. അമ്മ എന്തിനാ കരയുന്നത്? നദിയുടെ കണ്ണുകളും നിറഞ്ഞു. അമ്മയുടെ അസുഖത്തെക്കുറിച്ച് അമ്മയ്ക്കും മോൾക്കും നന്നായി അറിയാം. ഏത് നിമിഷമാണ് മരണം വന്ന് വിളിക്കുകയെന്ന് അറിയില്ല. ഒരു യാത്ര പറച്ചിലില്ലാതെ അമ്മയെ പടിയിറങ്ങിപ്പോകും. അന്നേരം എൻ്റെ കുട്ടി തനിച്ചായി പോകാതിരിക്കാൻ നാളെ അമ്മ ഒരിടം വരെ പോകും. കണ്ണുകൾ ചിമ്മിയാണ് യാമിനി അത് പറയുന്നത്. എവിടെയാണ് അമ്മ പോകുന്നത്? അമ്മയ്ക്ക് തന്നെ യാത്ര ചെയ്യാൻ പാടില്ലല്ലോ. ഞാനും വരാം അമ്മയുടെ കൂടെ. ഈ യാത്രയിൽ അമ്മ മാത്രം മതി. എൻ്റെ കുട്ടി നാളെ കോളേജിൽ പോകണം. ആരെയായിരിക്കും അമ്മ കാണാൻ പോകുന്നത്? അച്ഛനെയാണോ? അങ്ങനെയൊരു ചിന്ത വന്നതും ആദ്യമായി അവളുടെ നാവിൽ നിന്നും
ഒരു വാക്ക് പുറത്തേക്ക് വന്നു. അച്ഛനെ കാണാനാണോ അമ്മ പോകുന്നത്? അവളുടെ ചോദ്യം കേട്ട് യാമിനി ആശ്ചര്യപ്പെട്ടു പോയി. ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെ അവൾ അച്ഛനെ എന്ന പേരുകൂടി പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ ആദ്യമായി. അല്ല, അങ്ങനെ ഒരാൾ നിനക്ക് ഉണ്ടെങ്കിലല്ലേ ഞാൻ അയാളെ കാണാൻ പോകേണ്ടതുള്ളൂ. അച്ഛൻ ജീവിച്ചിരിപ്പില്ല എന്നാണോ അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം? ആ പറഞ്ഞതിൻ്റെ പൊരുളെന്തെന്ന് വേർതിരിച്ചറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു നദിക്ക്. എന്നാൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന അമ്മയോട് അവൾക്കൊന്നും ചോദിക്കാൻ തോന്നിയില്ല. രാത്രി 12 മണിക്ക് ശേഷമാണ് എല്ലാവരും കച്ചേരി കഴിഞ്ഞു റൂമിലെത്തിയത്. കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ചതിന് ശേഷം പിറ്റന്നാളത്തെ പ്രോഗ്രാമിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടി മഹാദേവൻ മാസ്റ്റർ സോഫയിലേക്കിരുന്നു. എതിർഭാഗത്ത് കാർത്തിക്കും ബദ്രിനാഥും തൊട്ടടുത്തുള്ള ചെയറിൽ കുറച്ചു മാറി മുകുന്ദൻ പിള്ളയും ഇരിക്കുന്നുണ്ട്. ബദ്രിയുടെ പുറത്തേക്ക് ചാരി കിടക്കുന്നത് പോലെയാണ് കാർത്തിക് ഇരിക്കുന്നത്. പ്രോഗ്രാമിനെ കുറിച്ചുള്ള ചർച്ചകൾ അവസാനിച്ചതും പുതിയ സിനിമയുടെ വർക്കിനെ കുറിച്ചായി ചർച്ച. തിരുനന്തനം പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ കാർത്തിക് മഹാദേവനാണ് സിനിമ നിർവഹിക്കുന്നത്. ആ ചിത്രത്തിലെ 6 സോങ്ങും എഴുതിയതും സംഗീതം പകർന്നതും മഹാദേവൻ മാസ്റ്ററാണ്. ഈ സിനിമയിലൂടെ ആദ്യമായി സിനിമാ പിന്നണി ഗാനരംഗത്തേക്ക് ചുവടുവെക്കുകയാണ് കാർത്തിക് മഹാദേവൻ. 3 പാട്ടുകളിലേക്ക് ഫീമെയിൽ വോയിസ് അത്യാവശ്യമാണ്. അതിലേക്കാണ് നദിയെ ക്ഷണിച്ചിരിക്കുന്നത്. ഒന്ന് കാർത്തിക് മഹാദേവനോടൊപ്പവും മറ്റൊന്ന് ബദ്രിനാഥിനോടൊപ്പവും പിന്നെയുള്ളത് തനിച്ചുമാണ്. കോളേജിലെ അന്നത്തെ പരിപാടിയുടെ ചിത്രാവിഷൻ ദൃശ്യങ്ങളിലൂടെ നദിയുടെ പാട്ട് മഹാദേവൻ മാസ്റ്റർ കണ്ടിരുന്നു. അതോടെ അയാൾ ഉറപ്പിച്ചു പറഞ്ഞു, ഈ സിനിമയിൽ ആ കുട്ടി തന്നെ മതിയെന്ന്. നദിയുടെ പ്രിൻസിപ്പാൾ എന്തു പറഞ്ഞു പിള്ളച്ചേട്ടാ? ബദ്രിനാഥ് മുകുന്ദൻ പിള്ളയുടെ നേർക്ക് തിരിഞ്ഞു. പ്രിൻസിപ്പാൾ ആ കുട്ടിയുടെ അമ്മയെ കണ്ട് സംസാരിച്ചതിന് ശേഷം രാത്രിയിൽ എന്നെ വിളിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ പ്രകാരം കുറച്ചു നേരത്തെ അദ്ദേഹം വിളിച്ചിരുന്നു. എന്തു പറഞ്ഞു? നദിയുടെ അമ്മയ്ക്ക് സമ്മതമില്ലെന്ന് പറഞ്ഞേക്കാൻ ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞത്രേ. മുകുന്ദൻ പിള്ള അത് പറഞ്ഞതും മഹാദേവൻ മാസ്റ്ററുടെ മുഖത്തേക്ക് കോപം ഇരിച്ചു കയറി. നല്ലൊരു ഫീമെയിൽ സിംഗറെ കിട്ടാഞ്ഞിട്ടാണെന്നാ കരുതിയോ അവർ? ആ കുട്ടിയുടെ പാട്ട് ഇഷ്ടമായതുകൊണ്ടാണ് ശ്രുതിയും താളവും എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഒരു 4-5 തവണയെങ്കിലും ഞാൻ ആ പാട്ട് കേട്ടിട്ടുണ്ടാവും. എവിടെയും ശ്രുതി പോയിട്ടില്ല. ആരോഹണവും അവരോഹണവും എല്ലാം കറക്റ്റ്. ഒരു നല്ല ഗുരുവിൽ നിന്നാണ് ആ കുട്ടി സംഗീതം അഭ്യസിച്ചിരിക്കുന്നത്. അതിനെ എങ്ങും വിടാതെ തളച്ചിടുന്നത് അതിൻ്റെ സംഗീതത്തോട് കാണിക്കുന്ന ക്രൂരതയാണ്. അതിൻ്റെ അമ്മ തന്നെയാണ് മാസ്റ്ററെ ഗുരു. അമ്മയും മകളും മാത്രമേ ഉള്ളൂ, അവർക്ക് വേറെ ബന്ധുക്കളില്ലെന്നാണ് എൻ്റെ അറിവ്. അതുമാത്രമല്ല, ആ കുട്ടിയുടെ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ്. ഏത് നിമിഷവും മരണം സംഭവിക്കാവുന്ന ഒരു ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റ്. ചിലപ്പോൾ അവരുടെ ആ അവസ്ഥയാകും അവരെ പിന്നോട്ട് വലിപ്പിക്കുന്നത്. ഈ ഒരു ഫീൽഡിനെ കുറിച്ച് കേട്ടറിയുക നല്ലതല്ലല്ലോ. മകളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ആരും ഉണ്ടാകില്ല. അതുതന്നെയായിരിക്കും കാരണമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പിള്ള തൻ്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നാളെ എനിക്ക് ആ വീട് വരെ ഒന്ന് പോകണം. എന്ത് വില കൊടുത്തും എനിക്ക് ആ കുട്ടിയെ കൈപ്പിച്ചുയർത്തണം. പിള്ള പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ ആ കുട്ടിയുടെ സ്പോൺസർഷിപ്പ് ഞാൻ ഏറ്റെടുക്കും. എന്തിനും അതിൻ്റെ അമ്മയെ കാണണമെനിക്ക്. കഥയുടെ അടുത്ത ഭാഗം തുടരും നാളെ ഇതേ സമയം.